ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 259 ദിവസം. സൂറത്തുൽ ബഖറ 252. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ. പ്രവാചക, യഥാവിധി നാം നിന്നെ കേൾപ്പിക്കുന്ന ദൈവിക സൂക്തങ്ങളാണിവ. തീർച്ചയായും നീ ദൈവദൂതന്മാരിൽ ഒരുവൻ തന്നെയാകുന്നു. ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് വാമൊഴിയായി അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥയല്ല, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. നാട്ടിൽ പ്രചരിക്കുന്ന കഥകൾ ഈ ശരിയായ വിവരണത്തിനനുസരിച്ച് ശരിപ്പെടുത്തുകയാണ് വേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചരിത്ര പുരുഷന്മാർക്ക് പരമാവധി മാന്യതയും ആദരവും നൽകി സത്യസന്ധമായും ആധികാരികമായും പറയാൻ നിരക്ഷരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നുവെന്നത് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നതിന് മതിയായ തെളിവാണ്. ഖുർആൻ ലിഖിത രൂപത്തിലല്ല ഇറക്കപ്പെട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം ചെയ്ത് കേൾപ്പിക്കുകയായിരുന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഓതി കേൾപ്പിക്കും. സ്വഹാബികൾ താബിഉകൾക്ക്, അവരെ പിന്തുടർന്നവർക്ക്. അങ്ങനെയാണ് ഖുർആൻ ലോകത്തിന് ലഭിച്ചത്. നാം നിനക്ക് ഓതി കേൾപ്പിക്കുന്നത് എന്ന് ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ലഭിക്കുന്ന ആദരവും പദവിയുമാണ്. കുറേ ചരിത്രങ്ങളും നിയമനിർദ്ദേശങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ധാരാളം പറയാനിരിക്കുന്നു. അതിനിടയിൽ ഈ കാര്യം പറഞ്ഞത് ഗൗരവതരമായ ഒരു ഉണർത്തലാണ്. നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കിതാബ് ലോകത്താരും എഴുതിയുണ്ടാക്കിയതല്ല. അത് ലോകത്തിൻ്റെ എല്ലാം നാഥനായ അള്ളാഹു മനുഷ്യർക്ക് സന്മാർഗം ലഭിക്കാൻ ഇറക്കിയതാണ്. സർവ്വലോകരക്ഷിതാവ് നമുക്ക് ഓതിത്തരുന്നു എന്നത് തന്നെ നമ്മെ അള്ളാഹു എത്രമാത്രം പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഖുർആനിനെ പരിഗണിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.